അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പീരുമേട്ടിലെ വിദൂര ആദിവാസി മേഖലയായ പ്ലാക്കത്തടത്ത് നിർമ്മിച്ച കാർഷിക വിപണന കേന്ദ്രത്തിന്റെ പ്രവർത്തനം ഇതുവരെയും ആരംഭിക്കാനായിട്ടില്ല. 2021-22 വർഷത്തിലാണ് കെട്ടിടം നിർമ്മിച്ചത്. കെട്ടിട നിർമ്മാണം പൂർത്തിയായെങ്കിലും ഇത് തുറന്നു പ്രവർത്തിക്കാൻ ഇതുവരെയും തുടർ നടപടി ഉണ്ടായിട്ടില്ല. അഴുത ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2021-22 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 12 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് പീരുമേട്ടിലെ വിദൂര ആദിവാസി മേഖലയായ പ്ലാക്കത്തടത്ത് കാർഷിക വിപണന കേന്ദ്രം നിർമ്മിച്ചത്. മേഖലയിലെ ആളുകളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇവിടെ ശേഖരിച്ച് വിപണനം നടത്താനാണ് പദ്ധതി ലക്ഷ്യം വെച്ചത്. എന്നാൽ പണി പൂർത്തിയായി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ കെട്ടിടം തുറന്നു പ്രവർത്തിപ്പിക്കുവാൻ ഇതുവരെയും നടപടിയായിട്ടില്ല. കെട്ടിടം തുറന്നു പ്രവർത്തിപ്പിക്കുവാൻ താമസം നേരിടുന്നതോടെ ഇതിനു ചുറ്റും കാടുകൾ വളർന്ന് നാശത്തിന്റെ വക്കിലെത്തിയിരിക്കുകയാണ്. 2022 അതിന്റെ ഉദ്ഘാടനം എല്ലാം കഴിഞ്ഞു പോയതാണ്. കറണ്ടിന്റെ സപ്ലൈ മാത്രം കിട്ടിയിട്ടില്ല, ബാക്കി എല്ലാം പണി തീർന്നതാണ്. ഇപ്പം നാളിതുവരെയായിട്ടും അതിനെക്കുറിച്ചൊരു തീരുമാനങ്ങളോ ഒരു പ്രവർത്തനമോ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് യാതൊരുവിധ സംവിധാനങ്ങൾ ഉണ്ടാകുന്നില്ല ഇതുവരെയായിട്ടും. അതെന്താ കാരണം എന്ന് നമ്മൾ ബ്ലോക്കിൽ നിന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ അത് നാളെ ആവും, നാളെ കഴിഞ്ഞാൽ അടുത്ത വർഷമാവും, ഇതൊക്കെ പറയുന്നുള്ളതല്ലാതെ യാതൊരുവിധ നടപടിയില്ല. കൃഷി മാത്രം ഉപജീവനമാർഗമാക്കി മുന്നോട്ട് പോകുന്ന ആളുകളാണ് പ്ലാക്കത്തടത്തുള്ളത്. നിലവിൽ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിളകൾ കർഷകർ കിലോമീറ്ററുകൾ താണ്ടി പീരുമേട് ടൗണിലോ മറ്റു സ്ഥലങ്ങളിലോ കൊണ്ടുപോയി വിപണനം നടത്തുകയാണ്. ഇവർക്ക് ഇത് വലിയ ചിലവാണ് ഉണ്ടാക്കുന്നതും. ഇതിനെല്ലാം പരിഹാരം കാണാനായാണ് പ്ലാക്കത്തടത്ത് കാർഷിക വിപണന കേന്ദ്രം നിർമ്മിച്ചത്. എന്നാൽ കെട്ടിടപ്പണി പൂർത്തിയായതല്ലാതെ മറ്റു നടപടികളൊന്നും ഉണ്ടായില്ല. അടിയന്തരമായി ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തുനിന്ന് ഈ കാർഷിക വിപണന കേന്ദ്രം തുറന്നു പ്രവർത്തിപ്പിക്കുവാൻ നടപടി ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, പീരുമേട്.